ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. കാരണം നമ്മൾ രാവിലെ മുതൽ ഉറങ്ങുന്ന വരെ ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മടിച്ച് നിന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ കരുതി ഇത്രയും പേര് പറയുന്ന കാരണം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്ത് കളയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അതുപോലെ വെക്കേഷനായിട്ടും എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഇന്ന് അതങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ അല്ല, ഐ മീൻ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കുന്നത് പുതിയ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പിന്നെ മാളൂട്ടീൻ്റെ വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം. അപ്പം നമുക്ക് എന്തായാലും ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പം ഞാനങ്ങനെ എന്നും സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല. രാവിലെ തന്നെ ഞാൻ പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം ചെയ്യുന്നതാണ്. അല്ലാത്തപ്പോഴും ഇടയ്ക്കൊരു മൂഡ് തോന്നുമ്പോൾ അങ്ങ് ചെയ്യും, നമുക്കപ്പോൾ തോന്നുന്ന പോലെ. അല്ലാതെ ഡെയിലി ഒന്നും ചെയ്യാറില്ല. ഐബ്രോ എനിക്ക് എഴുതണം ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച്. ഇവിടെ മിറർ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഐബ്രോ എഴുതാം. ഐബ്രോ എഴുതുമ്പോൾ തന്നെ എൻ്റെ ഫേസ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ട മുഖം മാറിയത് കണ്ട. സോ ഐബ്രോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് എന്ന് കരുതി ഐബ്രോ എഴുതിയില്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്നല്ല, എന്നാലും നമുക്ക് എഴുതാൻ പറ്റുമ്പോഴൊക്കെ എഴുതാം. മോയ്സ്ചറൈസർ തേക്കാം. മോബിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി ഗൈസ്. ലിച്ചു ഉണ്ട് ഇവിടെ. ലിച്ചു ഉറങ്ങുകയാണ്, മാളൂട്ടി ഉറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരെയൊക്കെ വിളിക്കാം. ഓക്കെ, സൺസ്ക്രീൻ കൂടെ തേക്കുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര വെയിലൊന്നും അറിയില്ല, ഇപ്പോൾ ഒരു മഴയൊക്കെ മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ് ആണല്ലോ. പക്ഷേ ഞാൻ കരുതി സൺസ്ക്രീൻ രാവിലെ ഞാൻ ഇടയ്ക്ക് തേക്കാറുണ്ട്. രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു എനർജി ഒക്കെ കിട്ടും കേട്ടോ. രാവിലെ തന്നെ പോയി അടുക്കളയിൽ പോയി കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ ഉറക്കം വന്നുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു രസമാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ കമൻറ്റിൽ വരും എല്ലാവരും, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം ഒന്നും ഒരുങ്ങാന്ന് കരുതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ സ്കിൻ കെയർ ചെയ്യാൻ വന്നതല്ല. ഞാൻ പല്ലൊക്കെ തേച്ച് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂവിക്കാക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എഴുന്നേറ്റതാണ് ഞാൻ. മൂക്കാക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇവരൊക്കെ ഉറങ്ങുന്നുണ്ട്, ലിച്ചു മാളും ഒക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അവരെയൊക്കെ എണീപ്പിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഇതൊക്കെ എടുത്ത് വെക്കട്ടെ ഞാൻ, കാരണം എനിക്ക് എല്ലാം ഒതുക്കി ചെയ്യണതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ല ലേറ്റ് ആവും ഞാനെല്ലാം ചെയ്തു വരുമ്പോഴേക്കും. അപ്പോൾ കുഴപ്പമില്ല, ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്കിത് എടുത്ത് വയ്ക്കാം. പിന്നെ ഞാൻ ഓർണമെൻറ്റ്സ് ഒന്നും വീട്ടിലിടാറില്ല കേട്ടോ. കണ്ടോ, ഈ റിങ് ഉണ്ടാവും, അല്ലാതെ അങ്ങനെ ആക്സസറീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. വീട്ടിൽ കമ്മൽ പോലും ഇടൂല. അമ്മച്ചി എപ്പോഴും ചീത്ത പറയുന്നിട്ട് ചെവിൻ്റെ ഈ ഹോളൊക്കെ അടഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കണമെങ്കിൽ എനിക്കിങ്ങനെ ഈ ഓർണമെൻറ്റ്സ് ഒന്നും വീട്ടിൽ രാത്രി കിടക്കുമ്പോഴും വീട്ടിൽ നിന്നും ഒന്നും ഇടുന്ന ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. മാളൂട്ടി ഇതാ ഉറങ്ങുന്നുണ്ട് ഗൈസ്, കണ്ട നല്ല ഉറക്കമാണ്. നമുക്ക് കർട്ടൻ നീക്കി വെക്കാം, ലൈറ്റ് വരും, ഉറങ്ങിക്കോട്ടെ. വെക്കേഷൻ കഴിയുന്നവരല്ലേ ഇങ്ങനെ ഉറങ്ങുള്ളൂ. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടൻ നീക്കിയതായിരുന്നു. ഈ ഒരു ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കർട്ടന്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം ഗൈസ്. അപ്പോൾ വെൽക്കം ടു മൈ കിച്ചൺ. ഞാൻ രാത്രി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊന്തിപ്പോയല്ലെന്ന് വിചാരിച്ച് പാത്രമൊക്കെ വെച്ച് ഒന്നും പൊന്തിയിട്ടില്ലേ. യെസ്, പാത്രത്തിൻ്റെ മേലേക്ക് വന്നിട്ടില്ല. നല്ല മാവായിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് ചോറും കറിയൊക്കെ വെക്കണം നമുക്ക്, കാരണം ലിച്ചു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. മൂബിക്കാക്ക പോകാൻ എഴുന്നേറ്റ സമയത്ത് ഞാൻ ചിക്കൻ ഐസ് വിടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കഴുകി വെച്ച കുപ്പികളാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കും. എനിക്ക് ഈ ജനലിലൊന്നും വെക്കുന്നത് ഇഷ്ടമില്ല. നമ്മൾ കുപ്പി കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടി മാത്രമേ ഞാൻ ഇടയ്ക്ക് വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഭംഗിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യും. ആരാ പറഞ്ഞു പോയത്? രാവിലെ ആയതുകൊണ്ട് കുറേ സൗണ്ടുകൾ കേൾക്കാം ഇങ്ങനത്തെ. ഒരു ദിവസം ഉണ്ടായിരുന്ന ഒരു എണ്ണാകുഞ്ഞ് വന്നിട്ട് ഇവിടെ ആ ഒരു ഇതുണ്ടോ, ആ ഒരു മരത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഓടിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിച്ചുവിന് പോകാൻ വേണ്ടിയിട്ട്, ലിച്ചു ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ലിച്ചുവിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെക്കും. രാവിലെ എണീറ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് മടിയായിരുന്നു, പക്ഷേ രാവിലെ ഉണ്ടാക്കുന്ന കാരണം പിന്നെ നമ്മൾ ഫുൾ ഫ്രീ ആണ്. നമുക്ക് ഒരു ദിവസം തന്നെ കുറേ സമയമുള്ള പോലെ തോന്നും, കാരണം രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ അങ്ങോട്ട് കുറേ നേരം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചോറും കറിയൊക്കെ വെക്കണം, എന്നിട്ട് ഇഡ്ഡലി ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. ഫസ്റ്റ് ചോറും കറിയൊക്കെ ആക്കി വെക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട്. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിയും മട്ടനും നല്ല കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആസിഫ് അലിയാണ് പറയുന്നത് തോന്നുന്നു. മട്ടൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കനാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയും ചിക്കൻ കറിയും, അങ്ങനെ ചിക്കൻ കറി അങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ലോ എന്ന് കരുതി. ആ ഒരു കോമ്പിനേഷൻ നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില ദിവസമൊക്കെ കറി ഉണ്ടാകും കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ വലിയ കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കണം, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് കിട്ടുന്നത്. ചോറ് കുറച്ചേ വെക്കാറുള്ളൂ കേട്ടോ നിങ്ങൾ. അങ്ങനെ പല സൗണ്ടിൽ കേൾക്കും, നിങ്ങളതൊന്നും മൈൻഡാക്കണ്ട. അപ്പോൾ ചോറ് കുറച്ചേ വെക്കാറുള്ളൂ. ഈ സ്പൂണിൽ കോരുന്ന കണ്ടിട്ട് എന്താ വിചാരിക്കേണ്ട. ഇതിൻ്റെ 4 സ്പൂൺ ഇട്ടാൽ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ചോറായി. റേഷനരിയാണിത്, റേഷനരിയാണ് നമുക്കിഷ്ടം. എനിക്ക് പ്രത്യേകിച്ച്, എനിക്ക് വേറെ ഒരു അരി ഇഷ്ടമല്ല, റേഷനരി ഭയങ്കര ഇഷ്ടം. നമുക്ക് ചോറാകുമ്പോഴേക്കും കറിയിലേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്യും. ചിക്കൻ കറി ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ വേണമെന്ന് പറയണം. ചിക്കൻ കറീൻ്റെയൊക്കെ റെസിപ്പി പറയുമ്പം ഇനിയിപ്പോൾ കമൻറ്റിൽ എല്ലാവരും വന്നിട്ട് ചിക്കൻ കറീൻ്റെ ഒന്നും റെസിപ്പി നിങ്ങൾക്ക് വേണ്ട എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കാൻ പോകുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പറയാം. ഓക്കെ, ഞാനും കുറേയൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചിട്ടുള്ളത് കുക്കിങ്ങൊക്കെ. കുറേയൊക്കെ എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുറേയൊക്കെ പഠിച്ച് നമുക്ക് പേടിക്കാതെ ഉണ്ടാക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കുക്കിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് ആക്കണം. മറ്റേത് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ കറിയിലേക്ക് വേണ്ടതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുക്കണം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫസ്റ്റ് ചതച്ച് വെക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഇതിനകത്തിട്ടിട്ട് ഒന്നിച്ച് ചോപ്പ് ചെയ്യലാണ് കേട്ടോ. എല്ലാമല്ല, തക്കാളിയും ഉള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. മുളക് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം മുളക് കടിക്കുന്നതിനേക്കാളും ബെറ്റർ മുളക് പൊടി ഇട്ടിട്ട് എരിവാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് മാളൂട്ടിയും കൂടെ കൂട്ടുന്ന കാരണം. ഈ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ അരിയുമ്പം എനിക്ക് കുഞ്ഞതാകുമ്പോൾ ഇങ്ങനെ ഇലയൊക്കെ മുറിച്ച് ചോറും കൂട്ടാനും വെച്ചത് ഓർമ്മ വരും ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ വരാറുണ്ടോ? ഇനി നമുക്ക് ചോറ് ചെറിയ അടുപ്പിലേക്ക് വെക്കാം, എന്നിട്ട് ഇതിനകത്ത് കറി വെക്കാം. കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ പണിയെടുക്കുന്ന സമയത്തും ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഭയങ്കര വൃത്തിയും കൊണ്ടൊന്നല്ല, എന്നാലും കാണുമ്പോൾ ഇങ്ങനെ ആകെ ഒരു അലങ്കോലമായി കിടക്കുമ്പോൾ
പിന്നെ തീരെ സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കറി വെക്കാം. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുക്കറിൽ. ഇനി കുറച്ച് ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചോറ് വെന്തിട്ടുണ്ട്, ചോറ് വാർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പച്ചമുളകും വേപ്പിൻ്റെലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം. മസാലകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി കേട്ടോ. ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടി. ചിക്കനിൽ ആ മസാല ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുത്താം. 2 വിസിലൊക്കെ വേവാറുണ്ട് ചിക്കൻ. പക്ഷെ ഞാൻ ഒരു 3 വിസിൽ വരുത്താറുണ്ട്. ആ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വെന്തിട്ട് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല ആ കറിയിലങ്ങ് ബ്ലെൻഡ് ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 വിസിൽ വരുത്തുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പാത്രം അപ്പം കഴുകുന്ന കാരണം ഇങ്ങനെ ഓരോ പാത്രം 2 പാത്രമൊക്കെ ഉണ്ടാവാറുള്ളൂ ഓരോ സമയത്ത്. എന്നുവെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കും. ചില സമയത്ത് നമുക്ക് ടൈമില്ല, എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടൊക്കെ കഴുകാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സ്ക്രബ്ബർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ടർക്കി എനിക്ക് എപ്പോഴും വേണം ഗൈസ്. ഇങ്ങനെ പാത്രം കഴുകുന്ന പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കയ്യിൽ നനവുണ്ടാവും. അപ്പോൾ അത് തുടയ്ക്കാൻ. എന്നിട്ട് ഈ സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനത് തൂക്കിയിടുന്നത്. കറി ആകുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി തട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇത് മിനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മാളൂസിന് ഇതിൽ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാറുണ്ട് ഉണ്ടാക്കിയിട്ട്. കഴുകിയിട്ടുണ്ട് ഇഡ്ഡലി തട്ടൊക്കെ. അപ്പോൾ ഒന്ന് ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. മാളൂസിൻ്റെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്നാക്സ് ബോക്സ് ആൻഡ് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ ഇടാം കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി തട്ടൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. മിനി ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ നിറയെ ഒഴിച്ചാൽ ഇതുപോലെയാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിറയാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ വേണം ഒഴിക്കാൻ. ഗ്യാസ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ആവി കയ്യിലേക്ക് വരുന്നത് സൂക്ഷിക്കണം. നമുക്ക് അടുത്ത വെച്ചെടുക്കാം. ഇതാണ് 2 ആക്കുമ്പോഴുള്ള സുഖം. നമുക്ക് ഒന്നെടുക്കുമ്പോൾ തന്നെ അടുത്ത വെച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഡൗട്ടായിരുന്നു ഇന്ന് കൊളാവുമോ എന്നുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ നല്ല ഇഡ്ഡലി ആയിട്ടുണ്ട്. മിനി ഇഡ്ഡലി, വലിയ കാസ്ട്രോളിൽ വലിയ ഇഡ്ഡലി, കുഞ്ഞി കാസ്ട്രോളിൽ കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കായുപ്പേരിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ലിച്ച് പോകുമ്പോഴേക്കും ആവുമെന്ന് അറിയില്ല. ലിച്ച് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ലിച്ച് എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെയൊന്നല്ല കേട്ടോ. എല്ലാവരും വയ്ക്കും വാവ് എന്ത് ഫ്രഷ് ആണെന്ന് ആയിരിക്കും. വട്ടം? ആ വട്ടം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഫുഡ് കഴിക്കുന്നത് പോകുന്നു. പിന്നെ വൈകുന്നേരം കാണുള്ളൂ. യെസ്, അത്ര ബിസിയാണ്. സ്കൂളിൽ പോവാ. ലിച്ചുവിന് സ്കൂളിലേക്ക് ഫുഡാക്കാന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാ, ലിച്ചു സ്കൂളിലേക്ക് എന്താ വേണ്ടെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുക. ഓർമ്മയില്ലാതെ കൈസ് എന്താ ചെയ്യാ, കണ്ടാല് തോന്നണ്ടേ ഇത് ജോലിക്ക് പോവാന്ന്. കൊണ്ടോണ പാത്രം ഇവിടെ അത് വെച്ചു കൊടുക്കും. മാളുവിന്റെ ലഞ്ച് ബോക്സ് ഗൈസ്. മാളുവിന്റെ ഫോട്ടോ വെച്ച ലഞ്ച് ബോക്സിലാണ് ഇത് കൊണ്ടുവന്നത് ഗൈസ്. ഉമ്മച്ചീൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ ഞങ്ങൾ വീഡിയോ
ലോ പവർ മോഡ് നശിപ്പിച്ചു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മിസ് ഞങ്ങളോട് ഹാപ്പി ബർത്ത്ഡേ. അതെ വയസ്സെത്രയായി എല്ലാരും അറിയട്ടെ യൂട്യൂബേഴ്സ്. 80യോ? ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു. അതാണ് ചോദിച്ചേ. ഇഡ്ലി അതത്തെ ഇഡ്ലി കേക്ക് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കേക്ക് വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ. അല്ല കേക്ക് വാങ്ങാൻ വെച്ചപ്പോ കേക്ക് അവിടെ ആദ്യം അഷ്റഫ് ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ തലേന്ന് മാത്രമേ മറക്കുള്ളൂ. ഇന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാകും. സ്റ്റാറ്റസ് ഒന്നും ഞങ്ങൾ ആ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് കണ്ടോ? ഇല്ല ഞാൻ അതെ ഞാൻ സ്റ്റുഡിയോയിലെ കറുപ്പന്റെ പിന്നെ വെള്ളയാണല്ലോ. ചായ കുടിക്കുന്നുണ്ട്. മെസ്സി വെച്ചില്ല. ചായ കുടിക്കുന്നുണ്ട് ഗൈസ്. എന്താണ് പിന്നെ സ്ഥിതി? ഇഡലിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ. പക്ഷെ മട്ടൻ കറിയാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്. അതാണ്. അല്ല ഇഡ്ഡലി മട്ടൻ കറി ഞാൻ ഒരു വീഡിയോയിൽ കണ്ടേ. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ച വെക്കണമെന്ന്. മട്ടനും ഇഡ്ഡലിയും അത് നമുക്കൊരു ദിവസം ട്രൈ ചെയ്യണം. അപ്പം ഇതാണ് ലിച്ചു ലഞ്ചിന് കൊണ്ടുവന്ന. ഉപ്പേരി ആക്കാൻ ടൈം കിട്ടിയില്ല ലിച്ചു. ഉപ്പേരി ഇതാ ഞാനിവിടെ പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. അപ്പം ഇതാ കുക്കുംബർ ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്, പിന്നെ കറി, തൈര്, പപ്പടം. വെറൈറ്റി പപ്പടം അല്ലേ നമ്മളിതിനെന്താ പറയാ? അപ്പം ഇതൊക്കെയാണ്. കൊണ്ടുപോയിക്കോ പൊക്കോ. മൊത്തം പിങ്കിലാണ് ലിച്ചു കളിക്കുന്നത്. കണ്ടോ? മാളൂട്ടിനുള്ള സ്നേഹം കൊണ്ട് ഫോട്ടോ വരെ മാളൂസിന്റെ. ഇനിയിപ്പോ അങ്ങനെ പറയാം. എന്തത്? സത്യം പറഞ്ഞ സംഭവങ്ങൾ കുറച്ചുള്ളൂ, പക്ഷെ നമ്മള് സെപ്പറേറ്റ് എടുക്കുന്നേ. ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റ് സാധാരണ എഴുന്നേക്കുന്നതിനെ കാട്ടി, പക്ഷെ വീഡിയോ എടുക്കുന്ന കാരണം ഡിലേ ആയി. ഉപ്പേരി വെക്കാൻ സമയം ഉണ്ടാവുന്നായിരുന്നു ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ ഞാൻ ഉപ്പേരി തിന്നുമ്പോ നിന്നെ ഓർക്കാം. കായ്പേരി നിനക്ക് ഇഷ്ടമാണോ? ആ ഒരു ദിവസം നെയ്ച്ചോറ് ഞാൻ ആക്കി കൊടുത്തതും ആവി പോവാനുണ്ടായിരുന്നുള്ളു. അപ്പത്തിനും ഒക്കെ തിരക്കായി. അന്ന് ഓള് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് സാരല്ല. എന്താണ് നെയ്ച്ചോറാണോ എന്താ കൊണ്ടുപോയി അന്ന് സാലഡും എഗ്ഗും മാത്രം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് കുറച്ച് ഇങ്ങനെ സംഭവങ്ങൾ കൊണ്ടുപോയി. ഭയങ്കര ഹെൽത്തി ലഞ്ച് പോലെ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും. പക്ഷെ ചോറ് എടുക്കാൻ സമയം കിട്ടാത്തതാണ്. സാലഡും ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ്, എഗ്ഗ്, പിന്നെ എന്താ മധുരക്കിഴങ്ങ് ചുമ്മാ വെച്ചത് രാവിലത്തെ. യെസ് ബൈ. വൈകുന്നേരം കാണാം. ഡേ ഇൻ മൈ ലൈഫ്. നിന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലെന്നാ ഇന്ന് ഞാൻ ഓഫീസിൽ വന്നിരിക്കാം. ഇപ്പൊ പറയൂ എല്ലാരും ലിച്ചുവിന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കും പ്ലീസ്. ലിച്ചു ഫാൻസ്. എനിക്ക് തന്നെ ഇല്ല 1 മില്യൺ. 10K സബ്സ്ക്രൈബേഴ്സ് റെഡി ആണെങ്കിൽ അവള് തുടങ്ങാന്നാ പറയുന്നത് യൂട്യൂബ്. ഇതെന്താ മുടിയിന്ന് ഇങ്ങനെയാ? ഹെൽമെറ്റ് ഇടുന്നായിരുന്നു. ഓക്കെ ബൈ. എടുത്തോ എല്ലാം എടുത്തോ. എന്തൊക്കെ കഷ്ടപ്പാടാണ് ഗൈസ്. കണ്ടോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാറ് വാങ്ങാൻ എന്നാണ് പറയണേ. എവിടെ എന്താ താഴത്തെ? സ്കൂട്ടറിലാണ് പോകുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ ചെരുപ്പൊക്കെ എടുത്തതാ പോണു. ഇവിടെ വരും. യെസ്. അതെന്താ സ്കൂട്ടറിലൊരു കവറ്? അത് ശരി. ആ കവറൊരു രസമില്ല. വണ്ടി കുഴപ്പമൊന്നുമില്ല, ആ കവറൊരു രസമില്ല. കൃഷ്ണ തുളസീൻ്റെ കവറും വെച്ചാ പോകുന്നു. ആയുർവേദ കടയിൽ നിന്ന് ഇറങ്ങിയ പോലെ. അതെ.
ലിച്ചുവിൻ്റെ സ്കൂട്ടറിൻ്റെ ബാറ്ററി അടിച്ചു പോയ കഥ നമ്മൾ പറഞ്ഞില്ല ഇവരോട്. നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് ചാനൽ വേണ്ടേ? വേറെ ആരൊക്കെയോ ആ ചാനലിൽ തുടങ്ങി ഇവർ അതാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. വേഗം തുടങ്ങിക്കോ. ലിച്ചു തുടങ്ങുന്നതാണ് ഗൈസ് ഉടനെ, ഞാൻ അപ്പം അറിയിക്കാം. ആ കവർ മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല ഇനിയിപ്പോൾ സമയമില്ല, പൊക്കോ, നാളെ മാറ്റാം. ബൈ ഗൈസ്. അപ്പം ഇനി കായ്പേരിയും കൂടെ ഉണ്ടാക്കാനുണ്ട്, അതുകൂടെ ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് കടുക് ഇട്ടെടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, മെല്ലെ മെല്ലെ പൊട്ടി മതി ശേഷം. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല, ചുവന്നമുളക്, വെളുത്തുള്ളിയും വെല്ലുള്ളിയും ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഈ കായ ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ, കാരണം ഇത് വേവാനുള്ള വെള്ളമേ അതിലുള്ളൂ. ഞാൻ കുഞ്ഞതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഇടന്നിട്ട് തന്നെ വേഗം വെന്തോളും. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എല്ലാ ഉപ്പേരിയിലും കൂടുതലും എല്ലാ സമയത്തും ഇട്ട് കൊടുക്കല്ലേ, ഇടയ്ക്കൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ഏത് ഉപ്പേരിയാണെങ്കിലും അതിനകത്ത് ഇങ്ങനെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഈ ഹോട്ടലിലൊക്കെ ഉള്ള ഉപ്പേരികളില്ല ചോറിൻ്റെയൊക്കെ കൂടെ അതേപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടുന്നവരൊക്കെ ഉണ്ടാകും, എന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്. ഇനി ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ടോയെന്ന് കരുതിയിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് വറ്റുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഉപ്പേരി അവിടെ ആവട്ടെ, നമുക്ക് അപ്പോഴേക്കും ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കും. നമുക്ക് വേഗം ഒന്ന് ക്ലീൻ ചെയ്യാം. മുടിക്കൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ എടുത്ത് മറന്നുപോയോ? സാധനങ്ങൾ വാങ്ങിച്ചെല്ലാം നാട് കൊണ്ടയച്ചു. ഗൈസ്, അപ്പം കിച്ചൺ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, വീഡിയോ എടുക്കാം. മടക്കി വെക്കാനോ? ഞാൻ ഇപ്പൊ വന്ന് കിടക്കൂ ഷാനു. എന്താ ഷാനു ഡ്യൂട്ടി കഴിഞ്ഞ്? അത് എല്ലാവർക്കും അറിയാം നീ എങ്ങനെയാണ്. നീ ഭയങ്കര സാധനമാണെന്നാണ് എല്ലാരും പറയുന്നത് വ്ളോഗില്. ആ എന്റെ CM-നെ എറിയോ നീ? യെസ്, വിജയ് കേരളത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാനോ. എനിക്ക് വിശക്കുന്നുണ്ട്. എൻ്റെ കുട്ടി രാവിലെ ഒറ്റക്ക് വന്ന് മുഖമൊക്കെ റെഡിയാക്കി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ചീവി ലോഷനൊക്കെ ഇട്ട് അല്ലേ ആളോ സ്കിൻ കെയർ ഒക്കെ ചെയ്ത്. നോക്കട്ടെ മുഖം രസമുണ്ടോന്ന്. ഒരു പല്ലും കൂടി പോയി, കണ്ടോ നിങ്ങൾ? നോക്കട്ടെ. ഇല്ല അയ്യോടാ, ഒന്ന് കാണിക്ക്, ഫുള്ള് കാണിക്ക്. കണ്ടോ? മൊത്തം പോയി. 2 പല്ലും കൂടി പോയ മുത്തശ്ശിയായി മാളൂസ്. ആ പറയ്. ആ പിന്നല്ലേ, അത് നാശാക്കാതെ എങ്ങനെയാ കിടന്നുറങ്ങുക? ആ അതെ. വേണ്ട വേണ്ട, ബാ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണം. ബാ മാളു. ഓ ഭയങ്കരം തന്നെ, ഭയങ്കരം തന്നെ. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? അതിന്റെ സങ്കടത്തിലാണ് മാളൂട്ടി. പുതിയ ഫ്രണ്ട്സ് വരുമല്ലോ, പുതിയ ബാഗ്, പുതിയ കൊട, പുതിയ ഷൂ, പുതിയ യൂണിഫോം, പുതിയ ടീച്ചേഴ്സ് ആവോ അറിയില്ല അല്ലേ?
ഇനി വരുന്ന മിസ്സും നല്ല മിസ്സായിരിക്കും. അറിയില്ലല്ലോ ആരാന്ന്, പക്ഷെ നല്ല മിസ്സായിരിക്കും. ആണോ? ഇനി എന്താ ഇവിടെ പരിപാടി? ഓ അവളെ മീമി ഫുഡ് കൊടുത്തോ? മാളുനിതാ മിനി ഇഡ്ഡലി തുറന്നോ. ഇഡ്ഡലിയും ചിക്കൻ കറിയും കോംബോ രസം ഉണ്ടോ? ഞാനൊരു വീഡിയോയിൽ കണ്ടത് മട്ടൻ കറി ആയിട്ട് കൂട്ടുന്നതാ. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യണം. കേട്ടപ്പോൾ രസമില്ല തോന്നില്ലേ, പക്ഷെ ചിലപ്പോൾ രസം ഉണ്ടാവും. ആസിഫ് അലി പറയണുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ നമുക്കൊരു ദിവസം ട്രൈ ചെയ്യണേ അല്ല മാളു? യെസ്. ഞങ്ങളൊരു പടമൊക്കെ കണ്ടിട്ട് അപ്പം ചായ കുടിക്കട്ടെ. ഏത് പടം കാണുന്ന മാള് നമ്മൾ? തേന്മാവിൻ കൊമ്പത്ത്. അപ്പം ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മാളൂസ് ടോയ് റൂം ഒതുക്കി വെക്കാൻ പോവാണ്. ഒക്കെ ഇന്നലെ വലിച്ചിട്ടതായിരുന്നു. അപ്പം ഇന്ന് മാളൂസ് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യും എന്നാ പറയുന്നത്. കുറച്ച് കുറച്ച് യൂസ് ചെയ്യണം കേട്ടോ. നമ്മ ഇപ്പോൾ പാത്രമൊക്കെ കൊണ്ടുവച്ച് കഴുകി വെച്ചിട്ട് വരാം. എന്തായി മാളോ? അയ്യോ ഒന്ന് നല്ല പണി ഉണ്ടല്ലോ. ഞാനൊന്ന് നിന്റെ കൂടെ കളിക്കാൻ വിചാരിച്ചപ്പോൾ നീ പണിയില്ല. ഓക്കെ, ഇന്നത് ഒതുക്കി വെച്ചിട്ട് ടൈം ഉണ്ടോ നോക്കാം നമുക്ക്. ഇത് എൻ്റെ കാർബോർഡാണ് ഗൈസ്. അല്ലു അർജുൻ്റെ പണ്ടത്തെ അല്ലു അർജുൻ്റെ ഫാനായിരുന്നു ഞാൻ. ഇപ്പോഴും ഫാനാണ്. യെസ്. ഓലയൊക്കെ വളർന്ന റൂമിൻ്റെ ഉള്ളിലെത്തുമോ? ഞാൻ എൻ്റെ മോളായിട്ടൊരു വാക്കിങ്ങിന് ഇറങ്ങിയില്ല. അങ്ങനെ റൂമൊക്കെ മാളൂട്ടി നല്ല ഒതുക്കി വെച്ച് കഴിഞ്ഞു. കണ്ടോ എൻ്റെ കുട്ടി ഒറ്റക്ക് ഒതുക്കി വെച്ചത് അതായിരിക്കുന്നു. കണ്ടോ ഭയങ്കര സെറ്റപ്പ് ഞങ്ങൾ ആക്കിയിട്ടില്ല. ഉള്ളത് മാളൂസ് നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? കോഫി മെഷീൻ. വാവ് സൂപ്പർ ഗൈസ്. എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് ആണിത്. മാളു ഉണ്ടാക്കി തന്ന. യെസ്. എന്താ നിന്റെ കുട്ടി നിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞ് കരയണം. ഇന്നത് ആ ട്രോളിയിലാണ് കൊണ്ടുവന്നത്. ട്രോളിയാണോ? അതിനകത്ത് ഞാനും കുട്ടിയും മാളൂസിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാ. ഇതാണ് എൻ്റെ കുഞ്ഞ് കേട്ടോ. നല്ല രസമായി മാളൂസിൻ്റെ പാവക്കുട്ടികൾ. ഫോണിനിറക്കി ഞാൻ വലുപ്പുണ്ടെങ്കിൽ ഒറിജിനൽ കുട്ടീൻ്റെ മാതിരി ഉണ്ടാവില്ല. ഇല്ല, അത് ഒറിജിനൽ പോലെ തന്നെ. എത്ര വലുപ്പം ഉണ്ടാവുള്ളൂ ഒറിജിനല്? അത് ഉണ്ടാവുമ്പോഴുള്ള കുട്ടികൾ ഇങ്ങനെയാ. മാളൂസ് എത്ര ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ് ഇല്ലാതെ. മമ്മ എന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. സോ നമുക്ക് മമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരക്കല്ല കേട്ടോ ഈ മോയ്സ്ചറൈസർ കൊണ്ട് ചെയ്യേണ്ടത്, സ്ക്രബ് ചെയ്യാണ് ചെയ്യേണ്ടത്. നല്ല മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇടുന്നതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ ഗൈസ്. ചിലവർ സ്ക്രബ് ചെയ്തിട്ട് നേരിട്ടും തേക്കുന്ന, പക്ഷേ ഞാൻ പറയാണ്
ഈ ഉരച്ചിട്ടേക്കുന്നവരോട്. ഇനി നമുക്ക് പൗഡർ ഇടാം. എൻ്റെ പൗഡർ ഇടാം. ഇതേ നമുക്ക് ഇനി ക്ലോസ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ഇതൊക്കെ പാറിപ്പോവും ബെഡിന്മേ വെക്കുമ്പോൾ. എൻ്റെ പൗഡർ സ്ക്രബ്ബർ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് മെല്ലെ സ്ക്രബ് ചെയ്തെടുക്കാണ്. ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ വെറുതെ പുറത്തൊക്കെ പോയിരിക്കുമല്ലോ നമ്മൾ ഓൾറെഡി. സോ സണ്ണി ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി സൺ പ്രൊട്ടക്ഷൻ ഇടാം. ലിപ് ബാം ഇടാം. സ്മൈൽ ലിപ് ബാം, കിഡ്സിൻ്റെ ബേബി ലിപ് ബാം. അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. അത്രേ ഉള്ളൂ. ബൈ ബൈ. ഫുഡ് കഴിക്കാൻ ഗൈസ് പുറത്തിറങ്ങി വന്നപ്പോൾ ഇതാ ഒരാൾ ഇത് കണ്ടിട്ട് പേർഷ്യൻ ക്യാറ്റും അല്ല മറ്റേ ക്യാറ്റും അല്ല, അതുപോലെ ഉണ്ടല്ലോ. അതിനെ പേടിപ്പിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കുണ്ട് തലക്കെട്ടുന്ന സാധനം. അയ്യോ എൻ്റെ കഴിഞ്ഞത് എന്ത് കാര്യമാണ്. നല്ല ചിക്കൻ കറി നല്ല ചിക്കൻ കറി ഉണ്ട്, നല്ല കായ്പേരി ഉണ്ട്, നല്ല പപ്പടം വെച്ച് വെറൈറ്റി പപ്പടം, പിന്നെ തൈര്. ഇത് പപ്പടമല്ലല്ലോ, ഇതിന് എന്താ പറയാ? പൊരിച്ച സാധനം. അടിപൊളി ആണല്ലോ. കാന്താരി മുളക് ഉണ്ട്, വേണം? കുഞ്ഞാണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഗൈസ് അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി മീമിക്ക് ഫുഡ് കൊടുക്കുകയാണ്. മാളു രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം മീമി കഴിക്കണത് നമുക്ക് വീഡിയോ എടുക്കാം. 1 മിനിറ്റ് ലൈറ്റ് ഇടട്ടെ. മീനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക തോന്നണു. 1 മിനിറ്റ് മാളു. കാണുന്നുണ്ടോ മീനിനെ? 2 ആദ്യം കഴിച്ചോ? ഓ വെയിറ്റ് ചെയ്ത് കയറുന്നടി, വിശക്കുന്നുണ്ടായിരുന്നു തോന്നണു. അത് മീനല്ല, നമ്മൾ കയ്യിൽ വെക്കുമ്പോ അത് കാണുന്നില്ല. യെസ്. പിന്നെ മീനിന് നമ്മൾ ഒരു പേടി ഉണ്ടാവും, നമ്മൾ അതിനെ എടുക്കുവോ കഴിക്കാൻ എടുക്കുവോ എന്നുള്ള പേടി. ഗൈസ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നിസ്കരിച്ച്, ഇന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നിസ്കരിച്ച്. സാധാരണ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കലുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റ് ആയത് കാരണം, ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റ് ആയത് കാരണം മുബിക്കാക്ക് പോകാനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് എന്നിട്ട് ഇപ്പോൾ നിസ്കരിച്ചത്. ഇനി നിസ്കരിക്കണത് എന്തിനാണ് ഇതിൽ കാണിക്കുന്നതെന്ന് ഇപ്പോൾ ചിലർ ചോദിക്കും. നിസ്കരിക്കണം കാണിച്ചാൽ പറയും നിങ്ങൾ എന്തിനാ ഇപ്പോൾ നിസ്കരിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. നിസ്കരിക്കുന്നത് കാണിച്ചില്ലെങ്കിൽ പറയും ഡേ ഇൻ മൈ ലൈഫിൽ നിസ്കരിക്കാത്തത് കാണുമ്പോൾ പറയും ഇനിയിപ്പോൾ നിസ്കരിക്കില്ലേന്ന് വയ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്താലും നിങ്ങളുടെ ചോദ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതും കാണിച്ചു എന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലെ അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഞങ്ങളുടെ ആ ഒരു മുസല്ലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഉമ്മച്ചി ഉംറക്ക് പോയി വന്നപ്പോൾ എനിക്കും മാളുവിനും കൊണ്ടുവന്നത് ഒരേപോലത്തെ പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വീഡിയോയിലൊക്കെ കാണുമ്പോഴും ഭയങ്കര ഭംഗിയാണത്. അപ്പോൾ നമ്മളെന്തായാലും ഇനി മാളൂസിത എന്തൊക്കെയോ യൂട്യൂബിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡിസ്നി മൂവിയാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കാർട്ടൂൺ കാണുകയാണോ എന്താ പ്ലാൻ ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ അവളോട് കുറച്ച് നേരം ഇത് കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഉച്ച കഴിയുമ്പോൾ കുറച്ച് നേരം ഞാനും മാളും കൂടി ഇങ്ങനെ ഇരിക്കലാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അത് ചെയ്യും ഞാൻ. മാള് ചിലപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഡ്രോയിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഒരു ടൈം അതൊക്കെയാണ്. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡിസ്നി മൂവിയോ കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അസറൊക്കെ നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ബാക്കി പണികളിലേക്ക് കിടക്കുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഡിന്നർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം, വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പിയും തരാം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ ദോശ ചട്നി ചമ്മന്തി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളല്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചിക്കൻ കറിയും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനത്തെ ഫുഡൊന്നും അല്ലായിരിക്കും. ചില ദിവസം ഓട്സ്, കോൺഫ്ലെക്സ്, ചോക്കോസ് അല്ലെങ്കിൽ ബ്രെഡ് ഓംപ്ലേറ്റ്,
അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പം ചില ദിവസം മടി പിടിച്ചൊന്നും ഉണ്ടാക്കിയില്ല, ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചുള്ള ഫുഡ് ഉണ്ടാക്കലും ഉണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടും പിന്നെ ഇന്ന് എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു മൂടുള്ളതുകൊണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധം ഇവിടെ അങ്ങനെ ആർക്കും ഇല്ല കേട്ടോ. ആ ഒരു പ്രിഫറൻസ് അവരെനിക്ക് തരുമ്പോൾ ഞാനും ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ചില സമയത്താണ് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പോൾ ഞാൻ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അതുപോലെ വെറൈറ്റി ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാൻ ടൈമുള്ള പോലെ. ഇനി ആ സമയത്ത് എൻ്റെ മൂഡ് മാറിയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ആദ്യം മാളൂസിൻ്റെ കൂടെ എന്തെങ്കിലും കാണട്ടെ. ഞാൻ കുറേ നേരമായി പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പണികളൊക്കെ ഉണ്ട്, തുണികളൊക്കെ എടുത്ത് വെക്കാണ്ട്. അലക്കുന്നൊന്നുമില്ല, എന്നും അലക്കാറൊന്നുമില്ല. അപ്പം ഇന്ന് കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇപ്പോഴാണ് വൈകുന്നേരം മഴയൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ മുന്നേ എടുത്ത് വെക്കണം. പിന്നെ എനിക്ക് അപ്പം നല്ല ഒതുക്കി മടക്കി വെക്കണം, അപ്പോഴാണ് എൻ്റെ കബോർഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറും ഉണ്ടാക്കണം. അപ്പം നമുക്കിപ്പോൾ മാളൂട്ടീൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, എന്താ മാള്? യെസ്, ഡിസ്നി മൂവീസ് ഓൾവൈസ് അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ മാള് ഉറങ്ങിയില്ല. മാള് മെർമെയ്ഡ് കണ്ടല്ലേ? മാള് ലിറ്റിൽ മെർമെയ്ഡ് കാണുമ്പോ ഞാൻ ഉറങ്ങിപ്പോയിട്ട് ബനാന ചോക്ലേറ്റിൽ മുക്കി കഴിക്കാൻ പോവാണ്. അതാണ് ഈവനിങ് സ്നാക്സ് മാളൂസിനുള്ള. ഞാൻ ഈവനിങ് സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ നേരെ ഡിന്നർ ഉണ്ടാക്കുന്ന ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ കഴിക്കും. അതിൽ നേരത്തെ കഴിക്കണമെന്നുണ്ട്, നേരത്തെ ഡിന്നർ ഫിനിഷ് ചെയ്യണം എന്നാണ്. പക്ഷെ മൂബിക്കാക്ക വരുമ്പോഴേക്കും 8 മണിയാവും. അപ്പോൾ നമ്മൾ 8 മണിയാകുമ്പോഴേക്കും ആ ഡിന്നർ കഴിക്കും. അത് തന്നെ ഉള്ളൂ. അപ്പോൾ മാളൂസിന് ഇപ്പം എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് അപ്പം ബനാനയും ചോക്ലേറ്റും മതി എന്ന് പറഞ്ഞ് അപ്പോഴേക്കൊന്ന് മുടി കെട്ടിക്കൊടുക്കാൻ വിചാരിച്ച് നിങ്ങളോട് എടുക്കാണ്ട് അതോടെ എടുത്തിട്ട് അകത്ത് പോവാം. ഗൈസ്, അപ്പം മാളൂട്ടിക്ക് ബനാന എടുത്ത് കൊടുക്കാം. കഴിച്ചോ? ഇരുട്ടായിട്ടുണ്ട്. ഇനി കേർട്ടൻസ് ഒക്കെ തിരിച്ചിടണം, രാവിലെ ഇട്ടത് അല്ലേ? കുറേ തുണികളുണ്ട് എനിക്ക് മടക്കി വെക്കാൻ, അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇനി. എന്നിട്ടാണ് ഡിന്നർ ഉണ്ടാക്കാൻ പോകുള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ കേർട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ച റോപ്പും നൈസല്ലേ? ഞാൻ കഴിക്കാം. വിളിച്ചു വന്നു എന്നാണ് തോന്നുന്നത്. എവിടെ? ഹായ്, പോകുമ്പോ കണ്ട. ഇതെന്താ? ഉമ്മച്ചിയോ? ഓ മൈ ഗോഡ്. മാളൂസിനോ? ഛേ, ഇതെന്തിനാ നീ പറഞ്ഞത് ഇപ്പോ? ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് പൊളിക്കില്ലേ? ഞാനും മീനെ രാവിലെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോ പറഞ്ഞു മാളൂസിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ പറയാ വിചാരിച്ചു. ഉമ്മീന്റെ ഗിഫ്റ്റ് അവിടെ എത്തിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു. ഉമ്മീന്റെ ഗിഫ്റ്റ് ഇന്ന് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഉമ്മി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങള് ഗിഫ്റ്റിന് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? യെസ്, നല്ല രസമുണ്ട് അത്. ആ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഇതിനകത്ത് തൂക്കിയാലും മതിയായിരുന്നു മാളു. ചോക്ലേറ്റ് നല്ലോണം ആക്ക്. മീനെ വിളിച്ചോണ്ട് കഴിക്കാം. മീനെ വിളിക്കുന്നവരെ എല്ലാരും കൺട്രോൾ ചെയ്യും കഴിക്കാതെ. അതാ, അത് ശരി. മാളുപ്പുറത്ത് വന്നിക്ക. ഹലോ മമ്മി. വിൽട്ടണിൽ പോകുമ്പോ ഞങ്ങക്ക് കബ്സ തന്ന് ഒതുക്കിയല്ലേ? വീഡിയോ കട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ
ക്യാബിനിൽ ഇരിക്കുന്ന എല്ലാവരും കൊറേ പാത്രം ഉണ്ട്. എല്ലാവരും ഇട്ടു പോകും. ഞാൻ പാത്രം കഴുകുന്ന കണ്ടാലും അവിടെ വന്നിട്ട്. അത്രയും ഉണ്ടെന്നല്ലേ? എന്നിട്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് അവരെ കഴുകാൻ പറ്റും. കൊറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും വരില്ല. ഒരു കൈയൊക്കെ മാത്രം കഴുകിട്ട് പോകും. വീട്ടിൽ പോയിട്ട് കഴിക്കണം. ഇത് സമയം എടുക്കുന്നു, കാരണം ഒരു 4-5 പാത്രം ഉണ്ടേ. അതല്ല, ഒന്നാമത് എന്താ വീട്ടിൽ ഇന്ന് നിൽക്കണ ആകുമ്പോ തിരിച്ചു പോകും. അതേപോലെ 2 എണ്ണം ഉണ്ടാകും. ഇപ്പൊ മറ്റേല് വെയിറ്റ് ചെയ്യും 3-4 ആൾക്കാര് വെയിറ്റ് ചെയ്താ ലാസ്റ്റ് വെക്കാൻ. പാവങ്ങള്. അപ്പൊ പിന്നെ ആ കൊച്ചാണ് അത് പോണ്ടാന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോകുന്നു. അങ്ങനെ എന്തെങ്കിലും പറയുന്നൊക്കെ അവിടുന്ന്. ഞാൻ 10 പാത്രത്തിൽ കൊണ്ടുപോയി കഴിക്കുന്നു. മാളൂസിന്റെ ഫോട്ടോ കണ്ടിട്ട് എന്താ പറഞ്ഞേ? കൊച്ചിന്റെ പാത്രം അടിച്ചോണ്ട് എന്താ പറയാ, കൊച്ചിന്റെ പാത്രം അടിച്ചോണ്ട് വന്നതാന്ന് പറയും. ഈ കുപ്പിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാറ്റിയതാണോ? അതും കൂടെ കൊണ്ടുപോയി. ഇതിനകത്ത് ഇത് ഭയങ്കര ഒരു എന്താ പറയാ, കുട്ടികളുടെയാണ് കാർട്ടൂൺ പിക്ചറൊക്കെ ആയിട്ടത്. എന്താ പറയാ എന്നോട്, ഇത്ര രാവിലെ എണീറ്റിട്ട് മാളോസ് ഉണ്ടാക്കി വെക്കുമ്പോ ഞാൻ അതിട്ട് ഓടുകയല്ലേ. അങ്ങനെ പറയാ. സ്കൂളിൽ എടുക്കാൻ പോകുമ്പോ ഞാൻ ഇതിട്ട് ഓടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയല്ല. എന്തു പറയാനാ, അതല്ലേ സത്യം. അങ്ങനെയല്ല, മാളൂസിന് സ്കൂളില്ല പറയുന്നത്. ഗായ്സ്, അപ്പം ഈ തുണികളൊക്കെ മടക്കി വെക്കാൻ പോവാണ് ഞാൻ ഈ ചെരുപ്പിടാൻ മറന്നു പോകും എപ്പോഴും. അകത്തൂടെ ചെരുപ്പിട്ട് നടക്കുന്നതൊക്കെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഭംഗിക്ക് ഊരി വെക്കും. എന്തായാലും ഞാൻ ഇടൂല, കൂടുതൽ സമയം ഇടില്ല, പക്ഷെ ചിലപ്പോൾ ഒരു തോന്നലിൽ ഇടും കേട്ടോ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഭംഗിക്ക് അവിടെ വെക്കും. ഇനി എൻ്റെ കുറച്ച് ആക്സസറീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ലാസ്റ്റ് ടൈം പുറത്ത് പോയി വന്നപ്പോൾ ഇവിടെ ഊരി വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഈ ബാങ്കിൾ ഇതിലിട്ട് വയ്ക്കണം. ചെയിന് നമുക്ക് ഇതിൽ തൂക്കിയിടാം. ഇതിനകത്താണ് ഞാൻ മാല ഹാങ് ചെയ്യാറുള്ളത്. കാരണം ഈ മാല വേഗം ഇങ്ങനെ കെട്ടുപിടിങ്ങോ, ഇങ്ങനെ വേഗം കെട്ടുപിടുങ്ങുന്ന കാരണം ഇതിനകത്താണ് ഹാങ് ചെയ്തിടാറ്. ഈ മാല ഇതിവിടെ കണ്ടോ, വേഗം കൊടുക്കും. ഓക്കെ, എന്താണ് പരിപാടി? എൻ്റെ അല്ലർജിൻ്റെ കാർബോർഡ് ഇതൊക്കെ പണ്ട്. ഇപ്പം അത് ശരി, ഇതൊക്കെ പറയാ. ഞാൻ വെളിപ്പെടുത്തട്ടെ. എന്ത് ഇഷ്ടമുള്ള നടനാരാന്ന് ചോദിക്കുമ്പോ ഇക്കാര്യം പറയാൻ ഓർമ്മ പണ്ട് മുബിക്കാക്കനെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിരുന്ന് ചോദിക്കാറുണ്ട് അതിനുശേഷം. ഇതാണ് വരക്കുന്നത്. വരച്ച് കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തന്നെ. മദ്രസ അറ്റൻഡ് ചെയ്യണ്ട മാളും? എന്നാ ബാ. എന്താ എന്നിട്ട് വരക്കാം. ബാ ബാ ബാ. ഞാൻ വെറുതെ പറഞ്ഞ ഇന്നില്ല തോന്നുന്നു. നമുക്ക് നോക്കി വെക്കാം. മേ ബി മിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പം അറ്റൻഡ് ചെയ്യാം. ലിച്ചു മെർമെയ്ഡിന് വരച്ചത് കാണിച്ചു തരാം ഞാൻ. കണ്ടോ? വാവ്, ഈ മെർമെയ്ഡാണ് ഇത്. അപ്പം ഇതിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് ഇടുന്നെന്ന് പറട്ടോ. അയ്യോ, ഇനി വേറൊരു കാര്യം, ഇതെന്താ സംഭവം എന്നറിയോ ഗൈസ്? ചോറ്റും പാത്രത്തിലിട്ട കാരണം ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടേ തിരിച്ചുണ്ടെന്ന് വിചാരിക്കണ്ട. ഇത് നമ്മളെ കായ്പേരി രാവിലെ ലിച്ചുവിന് തന്നുവിടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വിഷമത്തിൽ ലിച്ചു ഉച്ചക്കത്തെ ചിക്കൻ കറിയും കൂട്ടി അത് കഴിക്കുകയാണ്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്, ഭയങ്കര രസമുണ്ട്. നമ്മളിങ്ങനെ ഈ കാച്ചിലും കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ, കപ്പയും കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റ് അല്ല, പക്ഷെ അതേപോലെ ഒരു വൈബുള്ള സാധനം. നല്ല രസമുണ്ട് ഗൈസ്, കണ്ടോ? ഈ പാത്രത്തിൽ കാണുമ്പോൾ വേറൊരു രസമല്ലേ അതിൽ കഴിക്കുമ്പോൾ. മാളൂന് വേണ്ട, മാളൂസിന് ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ മടിയാണ്. ഇതെങ്ങനെയുണ്ട്? യെസ്. അപ്പം നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് അല്ലേ? യാ, ഓക്കെ. അയ്യോ, ഇതെന്താ? മാളൂസ് ഇങ്ങനെ കുറേ ക്യൂട്ട് തിങ്സ് വരയ്ക്കും ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം. ഇതെന്താ സംഭവം എന്നൊന്നും ചോദിക്കരുത്, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണെന്ന് എൻ്റെ വിചാരം. എന്നെക്കാളും മുന്നേ ആരെങ്കിലും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്താ വെച്ചു? ഒന്നുമില്ല, ഞാൻ വീഡിയോ ശരിയല്ലേ കാണുമ്പോ ഞാൻ വിചാരിച്ചു എന്തോ പറ്റി. അപ്പൊ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ക്രഷ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ കുരുമുളക് പൊടി ഉപ്പ് ഇടാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇടണം. ചട്ടിയിലിട്ടിട്ട് ഇട്ടാൽ മതിയെന്ന് വിചാരിക്കും. എന്റെ സീൻ വീഡിയോഗ്രാഫിയാണ് ഇനി കാണാൻ പോണത്. ഇങ്ങനെ പറക്കും ഇതൊക്കെ ഒണിയനൊക്കെ പറക്കും. ഇത് ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, ബോൺലെസ് ചിക്കൻ. അതിൽ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചട്ടിയിലിട്ടിട്ട് പിന്നെ ചട്ടിയിലിട്ടിട്ട് ഇതൊക്കെ ഇട്ടാൽ മതിയോന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളത് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇടണം. അപ്പം ഞാൻ ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പം ഇടുന്നത്. ഓക്കെ, ഇത് ഓണിയനും വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, കുറച്ച് രണ്ടും കൂടെ ചോപ്പ് ചെയ്ത് ഓയിലിൽ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമ്മളുണ്ടല്ലോ ചിക്കൻ വേവിക്കണ്ട, ഫ്രൈ ചെയ്യണ്ട. അതിന് കുരുമുളക് പൊടി ഇതാ ഒരു സ്ഥലത്ത് സാരമല്ല, മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല, അതാണ് നമ്മൾ മിക്സിയിൽ മിക്സ് ചെയ്യും. ഇനി ഇത് നന്നായി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ചിക്കൻ ഇങ്ങനെ നമ്മൾ വലിയ പീസായിട്ട് കിടക്കാതിരിക്കാനാണ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ സവോളയിലൊക്കെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ടൊമാറ്റോ സോസ് വേണം ഗൈസ് ഇതില്. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്ത പറഞ്ഞാൽ ഞാൻ മുമ്പിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ആഹാ, ടൊമാറ്റോ സോസ് നിങ്ങൾ ബണ്ണിൽ വെച്ച് തിന്നോ? ആ ശരി, ഇതിലൊഴിക്കരുത്. അപ്പം വെളിച്ചം മറിഞ്ഞുകൊണ്ടാണ് ഇവള് വീഡിയോ എടുക്കുന്നത്. മറകട്ടെ. അപ്പൊ പിന്നെ വെളിച്ചം മറിയാണ്ട് ഞാൻ അപ്പൊ ഇതിലേക്ക് ഇനി ഇത് ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് ഒന്ന് വെന്തോട്ടെ. ഇങ്ങനെ എടുത്താൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ? എവിടെ എത്തിന്ന് കണ്ടോ? വീഡിയോ എടുത്തെടുത്ത് ഇപ്പൊ അടുപ്പിലേക്ക് ഇരിക്കും. വീഡിയോ ഇത്താനിങ്ങനെ മേലെ നിന്നുള്ള വ്യൂ ആണ്. ഇനി നമ്മള് ഫുള്ള് കോൺഫ്ലവർ, മൈദപ്പൊടി, ഡിന്നർ എന്ന് പറഞ്ഞിട്ട് മൈദപ്പൊടി ഇടാ ഗൈസ്. അപ്പൊ കുറച്ച് അൺഹെൽത്തി ആവുള്ളൂ. അതെ, പിന്നെ കുറച്ച് കോൾഡ് കോഫി കുടിക്കണ്ടല്ലോ. അതെ. അയ്യോ, പാലോ? Yeah. ഇത് ഞാൻ ഉണ്ടാക്കിയ പാസ്ത പോലെ ആവോ? Hey. എടുത്ത് കാട്ടിലേക്ക് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഈ പാലും ചിക്കനോ എന്ന് വിചാരിക്കും എല്ലാരും. ഇല്ല ഞാൻ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഇത് കഴിച്ചിട്ട് പറ. ഓക്കെ, നമ്മൾ കൊടുക്കണ്ടോ? അവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ അങ്ങോട്ട്. നമ്മള് സാമ്പാർ പൊടിയാണ് എടുത്ത് ചിക്കൻ മസാല ഇട്. നമ്മളിതൊരു ചിക്കനും വരുമ്പോ ഈ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും ഈ പാല് ചിക്കൻ കുഴിച്ചിട്ടുണ്ടാകും തോന്നുന്നുണ്ടാവും. ഫസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ ക്രീമി പാസ്ത ഒക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആണ് വരിക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പാസ്ത, അങ്ങനത്തെ ഐറ്റംസ്, ക്രീമി സോസി അങ്ങനത്തെ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടം. ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഞാനിങ്ങനെ വൈറ്റ് സോസ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്, നമ്മൾ ചിക്കനിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉപ്പിടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇന്ന് രാവിലെ കഴിച്ച ചിക്കൻ നാടൻ ചിക്കൻ ആണോ? അല്ല, രസമുണ്ടോ? കുരുമുളക് നാടൻ ചിക്കൻ വാങ്ങി കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല രസമുണ്ടാവും. എനിക്ക് എത്താൻ്റെ പ്രഗ്നൻസി ഓർമ്മ വരും. സോസി ചിക്കൻ. മഴ കാരണം എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് എനിക്കും കേൾക്കാതിരുന്നു. അതെ, നീ പറ. സോസി ചിക്കൻ റെഡി ആയി പറ. സോസി ചിക്കൻ അപ്പം നമ്മളുടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. മൊബിക്കാക്ക വന്നിരിക്കുകയാണ് ഗായ്സ്. നനഞ്ഞു. സോസ് കിട്ടിയോ? കുഴപ്പമില്ല, പൊളിക്കാനുള്ളതല്ലേ. അവിടെ മറ്റേ മേലെ മാത്രം താടി ഹെൽമെറ്റ് ഹെൽമെറ്റ്
ഹെൽമെറ്റ് കാരണം അവിടെ മാത്രം റെയിൻകോട്ട് ചെറിയ സോസ് മതി പറഞ്ഞിട്ട് സോസ് വാങ്ങാൻ വരുന്നത് ഓ സോസ് വാങ്ങിയതുകൊണ്ടാണ് നീ നനയുന്നത്. ഇതൊക്കെ ഏതാ കമ്പനി? ഇതുവരെ ജീവിതത്തിൽ കാണാത്ത. അപ്പൊ നമ്മളുടെ ബണ്ണിലിടാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി കോൾഡ് കോഫി. എന്താ ചട്ടിയിൽ കോഫി. പാലാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. പാല് ഹെൽത്തി ആയതുകൊണ്ട് ആരും പേടിക്കണ്ട. പാലിൽ നമ്മള് കിഴങ്ങിടാനി. ഓക്കെ, പാലിൽ ചിക്കൻ ഇടുന്നു, പാലിൽ കിഴങ്ങിടുന്നു. ഇതൊക്കെ ഭ്രാന്തായി എന്ന് പറയല്ലേ. ഷാനു അതിലേക്ക് ഇടല്ലേ, അതിലേക്ക് ഇടല്ലേ അങ്ങോട്ട് പോയിട്ട്. ഗൈസ് ഇതുകൊണ്ട് പൊട്ടറ്റോ നമ്മള് പൊട്ടറ്റോ സ്മാഷ് ചെയ്യുന്ന ഐറ്റം ഇല്ലെങ്കിൽ നമ്മള് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്യാം. കാണുന്നുണ്ടോ? കാണണമെങ്കിൽ കുറച്ചുകൂടെ അടുത്തേക്ക് വരാം. വന്നോളൂ. എന്നിട്ട് ഇത് അമ്മയെ ചട്ടിയിലിടല്ലേ ഫോണ്. കുറച്ച് എഫക്റ്റീവായിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊള്ളാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു ഫോട്ടോ വീഡിയോഗ്രാഫി. ഇത് ചട്ടി കാണുന്നുണ്ടോ? ഓ അപ്പുറത്തുള്ള ഇത് തന്നെ കാണുന്നുണ്ട്. പാലില് അപ്പുറത്തെ വീടും കാണുന്നുണ്ടോ? ഈ പാലില് ഈ പൊട്ടറ്റോ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണം. പാല് തിക്കായിട്ട് വരുമ്പോഴാണ് നല്ല പേസ്റ്റ് പോലെ ആവുക. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അതെ. ഇനി ഞാനിങ്ങനെ കുറച്ച് കുക്കിംഗ് വീഡിയോ ചെയ്ത് ലിച്ചുവിനെ വെച്ചിട്ട്, പിന്നെ ലിച്ചു ആയിരിക്കും ഒരു ദിവസം ഇവിടെ ഫുൾ കുക്കിംഗ്. ഒരു ഞായറാഴ്ച ഞാൻ ലിച്ചുവിനെ ഇല്ല, ഇന്ന് ഞാൻ ഒരു ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഡിന്നർ. ലിച്ചു കറിയുന്ന ഡിന്നർ മൂന്നും ലിച്ചു ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ്. കുക്കിംഗ് ബൈ ലിച്ചു, എ ഫുൾ ഡേ മീൽസ്. ഓക്കെ, ലിച്ചു ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മളുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിരിക്കുകയാണ്. ഇത് ബണ്ണിൻ്റെ കൂടെ ഉള്ള സാധനമാണ്. സോ ബണ്ണ് ഇതാണ്. ഇതിലാണ് നമ്മൾ ഇതിലത് ചെയ്യാൻ പോണത്. ഇതിൻ്റെ പേരെന്താ? പേരില്ലാത്ത സാധനമാണ്. ഇതിന്റെ പേരൊന്നും ചോദിക്കരുത് ഗൈസ്. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട്, ഇതിന് ഇനിയിപ്പോൾ എക്സ്ട്രാ സോസ് ഒന്നും വേണമെന്നില്ല. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ലിച്ചോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്തില്ല. വേണമെങ്കിൽ വേണ്ടവർക്ക് മുക്കി കഴിക്കാം. അല്ല, നിങ്ങൾ ഓരോന്നിലും ആഡ് ചെയ്തോ? അല്ല, നീ മുക്കി കഴിച്ചാലും മതിയല്ലോ. യെസ് ഷാനു, അമേസിങ്. ഇങ്ങനെ വെച്ചിട്ട് ഈ കഷ്ണം ഇവിടെ നുള്ളി വെക്കുക, ഈ കഷ്ണം ഇവിടെ നുള്ളി വെക്കുക. അത് സെറ്റ് ആവുമല്ലോ. ഇപ്പൊ ഒരു മുഖമായല്ലോ. എയർ ഫ്രയറിൽ വെക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു പാനിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി. 4 എണ്ണം കൊള്ളുവോ? 4 എണ്ണം കൊള്ളണം. ഇതിവിടെ സ്ഥലമുണ്ട്. എന്താ പട്ടി കറിച്ചു? ചൂടുണ്ടല്ലോ, അതെന്തിനാ അതിൻ്റെ ഉള്ളിൽ വെക്കണേ? അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തത്. ഓഹോ, ലിച്ചു കോഫി ഉണ്ടാക്കണ്ട കണ്ട. എന്നോട് ചോദിക്കില്ല പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചാണ് ഉണ്ടാക്കുന്നത്. കോഫി പൗഡർ തീർന്നോ? ഇത്തിരി കൂടെ ഇടാം. മതി മതി മതി, കയ്പാവും ഭയങ്കര. ബെല്ലടിച്ച് സ്കൂളിൽ വിട്ട് പോകും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതെ, ഗൈസ് ഇത് ബീറ്റ് ചെയ്യാണ്. ക്രീമി ആയിട്ടുണ്ട്. പഞ്ചസാരയും കാപ്പിപ്പൊടിയും കുറച്ച് വെള്ളം അല്ലേ? അപ്പം ഇനി നമുക്കിത് കോഫി ആയിട്ട് ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, എന്നെടുക്ക്. ഓ 4 പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വിളമ്പിയിട്ട് വേണം കൊണ്ടുപോകാന്. അതെ, പിന്നെ അവിടെ പോയി റെഡി ആവരുതല്ലോ. ഇനി മാഷ്ഡ് പൊട്ടേറ്റോ. അയ്യോ, എന്നെ പറഞ്ഞു വിടുവോ നീ ബേക്കറിയിലേക്ക് വാങ്ങാൻ ഷാനു? ആ അടിപൊളി, അടിപൊളി ആയാൽ മതി. എന്തൊക്കെയോ കാട്ടുണ്ട്. ഫുള്ള് ഹെൽത്തി. ഇതെന്റെ പാത്ര കണ്ടറിയാ. മുട്ട കൂടുതൽ ഗൈസ്, കണ്ടോ? അതെ, ഒരെണ്ണത്തിൽ എനിക്ക് 2 എണ്ണം. എനിക്ക് നല്ല തണുപ്പുണ്ടായിക്കോട്ടെ. ആ പക്ഷെ സാധനം വേണം കേട്ടോ. ഐസ് ക്യൂബ് ഇട്ടിട്ട് പറ്റിക്കരുത്. ഇതാ ഒരാളിവിടെ
കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് സക്സസ് ആയിട്ട്. ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ. ഇതാണ് അപ്പോൾ ഇത്ര ബിൽഡപ്പ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ മേലെ എന്തൊക്കെയോ വിതറുന്നുണ്ട്. നമുക്ക് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് കാണിക്കാൻ. യെസ് ഗൈസ്, വി ഡിഡ് ഇറ്റ്. ഇതിനി എങ്ങനെ പൊള്ളാതെ എടുത്ത് പാത്രത്തിലേക്ക് വെക്കും? ഇതൊക്കെ എടുക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ ഈ ചൂടുള്ളത്? ഓവനാകുമ്പോൾ ഡയറക്റ്റ് എടുക്കുക. ഇത് ഉള്ളിൽ കൈയിട്ട് എടുക്കണം, അതാണ് ടാസ്ക്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ രാവിലെ പറഞ്ഞില്ല എനിക്ക് അപ്പം ക്ലീൻ ആക്കുന്ന ഇഷ്ടം. ചില സമയത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു. നോക്ക്, കൊട്ടത്തളത്തിൽ നോക്ക്. ഇനി ഇത് ഫുള്ള് കഴുകാൻ എനിക്ക് ഇഷ്ടമില്ല. കഴിക്കുന്നതിന് മുന്നേ കഴുകി വെക്കണം. ഷാനു ഇതൊക്കെ തീർക്കും ഇപ്പൊ. ഏതൊക്കെ? ഇതൊക്കെ തീർക്കല്ലേ ബാ, പോവാ ഫുഡ് കഴിക്കാം. ഇല്ല, ഞാൻ കഴിക്കാൻ വരാം. ഇത് നമ്മൾ ചൂടോടെ കഴിക്കണം. കിച്ചൺ അല്ലേ? ഓഫ് കോഴ്സ്, ഞാനൊക്കെ കുക്ക് ചെയ്തത് കാണണമായിരുന്നു. ഇവിടെ തലയിലൊരു സാധനമായിരിക്കും. ഇവിടെ നിന്ന് പൊട്ടി വിളച്ച്. യെസ്, എല്ലാരും കഴിക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്നിട്ട് വേണം എനിക്ക് ഇരിക്കാൻ. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാ. എങ്ങനെയുണ്ട്? സെറ്റായാ? ആ ഒരു മെയിൻ സ്നാക്കിന്റെ റിവ്യൂ മാത്രം കിട്ടിയാൽ മതി എനിക്ക്. കാരണം ബാക്കിയെല്ലാം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. പിന്നെ പച്ചക്കറി അല്ലേ? യെസ്, മിക്സ് ചെയ്യും നന്നായിട്ട്. ഇല്ല, നല്ലയാ. മധുരം കുറഞ്ഞു പോയി, അതാ സംഭവിച്ചു. സെറ്റ്. എന്നാ ഞാൻ കഴിക്കട്ടെ ഗൈസ്, എനിക്ക് വിശക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഹെവി സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിനോട് വെജിറ്റബിൾസ് കഴിക്കണം. അതെ, അപ്പോൾ ഇതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുള്ളൂ. എന്നിട്ട് ഞാൻ ഫുൾ വൃത്തിയാക്കി ഇത് കാണിച്ചത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഉറങ്ങാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഉറങ്ങാൻ വരുള്ളൂ. ഗായ്സ് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞു. സോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുറേ പാത്രം കഴുകാൻ എടുത്തു വെക്കാനൊക്കെ കാണുമ്പോൾ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഫുൾ വൃത്തിയാക്കിയിട്ട് കിടക്കുന്നത്. ഗായ്സ്, അപ്പം നൈറ്റ് നമ്മൾ ആകെ 4 പല്ലുണ്ട്, അത് ഞങ്ങൾ തേക്കട്ടെ. രാവിലെ മാളും ഒറ്റയ്ക്ക് തേക്കും, രാത്രി ഞാൻ തേച്ച് കൊടുക്കും. ഗൈസ്, അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. മാളൂസും ബ്രഷ് ചെയ്തിപ്പോൾ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ FB യിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.